അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ജെറാദ് പോൾ. അപ്പൊ നമ്മളൊരു വണ്ടി വീണ്ടും റിവ്യൂ ചെയ്യാൻ വന്നേക്കാണ്. ഈ വണ്ടി എന്ന് പറയുകയാണെങ്കിൽ അതൊരു റയർ വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഒരു ചരിത്രത്തിലേക്ക് പോകണം. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാര് വണ്ടികൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും ക്വാളിറ്റി നോക്കിയിട്ട്. നമ്മുടെ ഇന്ത്യൻ വണ്ടികൾ അങ്ങനെ അധികം ഒന്നും വിദേശത്തേക്ക് പോയിട്ടൊന്നുമില്ല, പക്ഷെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയ വണ്ടികളിൽ ക്വാളിറ്റി കാരണം, അതായത് ആ വണ്ടി ഇവിടെ ഹിറ്റാണ്, അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയ വണ്ടി വിദേശത്തേക്ക് കൊണ്ടുപോയത് കൊണ്ട് അത് ഇത്തിരി ക്വാളിറ്റി കൂടുതലാണ്. ആ ക്വാളിറ്റി കാരണം അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിച്ചൊരു വണ്ടി, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വിദേശത്ത് മാത്രമേ ഈ വണ്ടി കിട്ടുള്ളൂ. അങ്ങനെ ഒരു വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സാധനം എക്സ്പോർട്ട് ക്വാളിറ്റി ചെതക്ക് എന്ന് പറയും. ഇതാണ് നമ്മുടെ സംഭവം. അപ്പൊ ഈ വണ്ടിയുടെ മെയിൻ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇത് ക്വാളിറ്റി, അതായത് സാധാ ക്വാളിറ്റി അല്ല ഇതിന്റെ ക്വാളിറ്റി. ഇതിന് കുറെ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് വണ്ടി ബജാജ് ഓട്ടോസ് ഉണ്ടാക്കി ഞങ്ങൾ വിട്ടത്. അതായത് ഇതിന്റെ മെയിൻ പറയുകയാണെങ്കിൽ ഇതിന്റെ ടെക്നിക്കല്, അതായത് ഇതിന്റെ സെർച്ചിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു എല്ലാ കാര്യങ്ങളും നോക്കിയാൽ അതിന്റെ ലാബിലെ എല്ലാ ടെസ്റ്റുകളും നല്ല രീതിയിൽ തന്നെ പാസ്സാക്കിയിട്ടേ ഈ വണ്ടി അങ്ങോട്ട് വിട്ടിരുന്നുള്ളൂ. അതാണ് ഇതിന്റെ എടുത്തു പറയാവുന്ന ഒരു കാര്യം. പിന്നെ കുറെ വ്യത്യാസങ്ങളുണ്ട്. മെയിൻ കാര്യം അവരവരുടെ ലാബിൽ ഈ വണ്ടി നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിരുന്നു. കാരണം ഇത് വിദേശത്ത് ഓടേണ്ട വണ്ടിയാണ്, അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യണം, അവരുടെ നിയമങ്ങളൊക്കെ പാലിക്കണം, അവരുടെ മാനദണ്ഡങ്ങളൊക്കെ പാസ്സാവണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് അതിനെ പറ്റിയ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടാണ് ഈ വണ്ടിയെ ഇവര് അങ്ങോട്ട് വിദേശത്തേക്ക് കയറ്റി. നമുക്ക് ഈ വണ്ടിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എടുത്തു പറയാവുന്ന കാണുമ്പോഴുള്ള മെയിൻ പ്രത്യേകത, ഇതിന് ഇൻഡിക്കേറ്റർ വന്നു. ഈ സംഭവം അന്ന് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സംഭവം സ്കൂട്ടേഴ്സിന് എന്തിട്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ. അവിടെ നല്ല രണ്ട് ഇൻഡിക്കേറ്റർ വന്നു. ഈ ടൈപ്പ് ഇൻഡിക്കേറ്റർ ഇന്ത്യയിൽ ഇറങ്ങിയ വണ്ടികൾക്ക് ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോൺ വ്യത്യാസം വന്നു. അത് ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. സ്റ്റാർട്ട് ആക്കിയതിനു ശേഷം സൗണ്ട് കേൾപ്പിച്ചു തരാം. ഹോൺ മാറി. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോഡി വെയിറ്റ് കൂടുതലാണ്. പിന്നെ മെയിൻ ആയിട്ട് പ്രത്യേകത പറഞ്ഞാൽ ഹെൽമെറ്റ് ബോക്സ് ആദ്യമായിട്ട് അവർ ചെതക്കിൽ കൊണ്ടുവന്നത് ഈ വണ്ടിയിലാണ്. ഹെൽമെറ്റ് ബോക്സ് ഇതിന് വന്നു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ബാഹ്യമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ. അന്ന് ഇന്ത്യയിലുള്ള ചെതക്കുകൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടത്തെ ആൾക്കാർക്ക് ഈ ഒരു വണ്ടി ഒരു സ്വപ്നമായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്, വിദേശത്ത് വർക്ക് ചെയ്യുന്നത്, ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇത് പോയിരുന്ന രാജ്യങ്ങൾ അവിടെയുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞ് ഒന്നല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടോ ബുക്ക് ചെയ്ത് ഷിപ്പിന് വണ്ടി കയറി വരും. ഇവിടേക്ക് വന്നിട്ട് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെയാണ് ഈ വണ്ടിയുടെ ഒരു ജനനം ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഈ വണ്ടി വാങ്ങിക്കാൻ കിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. നമ്മുടെ ബജാജിന്റെ ഈ എക്സ്പോർട്ട് ക്വാളിറ്റി ചേതക്ക് എങ്ങോട്ടൊക്കെ കയറിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രേലിയ, അതുപോലെ നൈജീരിയ, സുഡാൻ, ബഹ്റിൻ, യമൻ, ബംഗ്ലാദേശ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്കാണ് ഈ വണ്ടി ബജാജ് ഓട്ടോസ് കയറ്റി വിട്ടത്. അപ്പോൾ ഈ സംഭവം അന്ന് ബജാജ് ഭയങ്കര ട്രെൻഡായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി വണ്ടി കൊണ്ടുവരുമ്പോൾ അത് വലിയൊരു പുതുമയാണ് ജനങ്ങളുടെ ഇടയിൽ. അങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ് ആൾക്കാർ ഇതിനെ വരുത്തിയത്. പിന്നെ ഈ വണ്ടിക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ്, അതായത് ഇതിൻ്റെ 6 വോൾട്ട് തന്നെയായിരുന്നു ഈ വണ്ടിക്ക് വന്നിരുന്നതും. പിന്നെ ഇതിനൊരു വേറൊരു പ്രത്യേകതയുള്ളത് മെറ്റാലിക് പെയിൻറ്റ്, അതായത് ഒരു ഇടിവെട്ട് കളേഴ്സൊക്കെ പരീക്ഷിച്ചത് ഇതിലാണ്. അങ്ങനെ കുറേ സവിശേഷത കൂടി ഇതിനുണ്ട്. പിന്നെ നമ്മുടെ ബാസ്ക്കറ്റ് മാറ്റിയിട്ട് ഹെൽമെറ്റ് ബോക്സ് ആയത്, ഈ ബോക്സ് വന്നത് ഇതിലാണ്. പിന്നെ ഇതിന് ചാവി വരുന്നത് ഇതിൻ്റെ സൈഡിലാണ്. പക്ഷേ ചില മോഡൽസിന് ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ ഇതിൻ്റെ ഇഗ്നേഷൻ കീ വന്നിരുന്നു, ചില മോഡൽസിൽ മാത്രം കേട്ടോ. പിന്നീട് ലാസ്റ്റായപ്പോൾ അവർ ഇത് ചാവി അതിൻ്റെ സൈഡിലേക്ക് തന്നെ ആക്കി മാറ്റി. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ, അതൊരു കണക്ഷൻ കൊടുത്തത് ഒരു ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടാണ്. ഈ ഇൻഡിക്കേറ്ററിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ, അതായത് ഒപ്പിച്ചെടുക്കൽ, അതുപോലെ ഈ ബാക്ക് ലൈറ്റും, ഇത് ഒപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഒരു സ്ഥലത്തുനിന്ന് ഈ സാധനം കിട്ടില്ല. ഇപ്പോൾ ഈ വണ്ടിയുടെ തന്നെ ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ട്, അത് ഒപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഹോണിനും ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ, സൗണ്ട്, അതൊക്കെ കേൾപ്പിച്ച് തരാം കേട്ടോ. അങ്ങനെ കുറേ സവിശേഷതകൾ അടങ്ങിയതും ഈ ഒരു ഈ ഇൻഡിക്കേറ്ററും ഇതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു അട്രാക്ഷൻ കിട്ടും. ഇതൊരു എക്സ്പോർട്ടർ എന്ന് അറിയണവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു
വാല്യൂ കൂടി കിട്ടും. അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ ഇതൊരു സംഭവമായി മാറും. അതുകൊണ്ട് തന്നെ ഇത് വിപണിയിൽ അത്യാവശ്യം നിലവാരമുള്ള വണ്ടിയാട്ടോ. അതായത് വിലയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അത്യാവശ്യം മോഹവില തന്നെ കൊടുക്കേണ്ടി വരും. അത് അറിയണവർക്ക് കിട്ടാം, അറിയാത്തവർക്ക് അറിയില്ല. അറിയണവർ ഇതിന് ഇപ്പോഴും മോഹവില കൊടുക്കേണ്ടി വരും. പിന്നെ ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ സത്യത്തിൽ ഭംഗിയാണോ ഭംഗിയല്ലേ എന്ന് വെച്ചാൽ ഏച്ച് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ വണ്ടി ഇറങ്ങിയിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1983 മുതൽ 88 വരെയാണ് ഈ വണ്ടി ഏകദേശം കയറിപ്പോയിരുന്നത്. ഏകദേശം അപ്പം അന്ന് ഈ സംഭവം വർക്ക് ചെയ്തിരുന്ന സിസ്റ്റം പറഞ്ഞാൽ പ്ലാറ്റിനം പോയിന്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇപ്പം നമുക്ക് ചെറിയൊരു വെല്ലുവിളിയൊക്കെ ഉണ്ട്. കാരണം സ്റ്റാർട്ടിങ് ഒക്കെ ഇത്തിരി ഇഷ്യൂസ് ആണ്. നമ്മളപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി നമ്മൾ CD യൂണിറ്റിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പോവാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റിനം പോയിന്റ് നമുക്ക് നല്ല രീതിയിൽ നല്ലത് കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വിന്റേജ് വണ്ടികൾ കുറെ പേര് മാറ്റുന്നുണ്ട്. പക്ഷെ മാറ്റി കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. ഇത് അത്രയും പഴയ ഒരു ഒറിജിനാലിറ്റി ഓടിക്കലൊന്നും കിട്ടില്ല. നമ്മൾ ഈ വണ്ടി എന്തായാലും പ്ലാറ്റിനം പോയിന്റിൽ നിന്ന് നമ്മൾ CD യൂണിറ്റിക്ക് മാറ്റണ്ടോ. അതുപോലെ ഈ വയറാണ് അങ്ങോട്ട്. ഈ ഒരു ഹോള് കണ്ട, ഈ ഹോളിൽ ഈ സൈഡ് കവറിൻ്റെ ഒരു ലെഗ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലെഗ് കണ്ടത്, ഈ ഒരു ലെഗ് അവിടെ മുട്ടി കൃത്യമായിട്ട് നിന്നാൽ മാത്രമാണ് ഇതിൻ്റെ കറണ്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ പാസ് ചെയ്ത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഈ സൈഡിലാണ് ഈ വണ്ടിയുടെ ഇഗ്നിഷൻ സ്വിച്ച്. അതായത് ഇവിടെ ചാവിട്ട് ഡോറ് തുറന്നിട്ട് വേണം ആ സ്വിച്ച് ഓൺ ആക്കുക ഓഫ് ആക്കുകയോ ചെയ്യാൻ. അല്ലെങ്കിൽ എളുപ്പമായിട്ട് മറ്റേ ഹാൻഡ് ലോക്ക് ഉണ്ട്, അതാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക വേണമെങ്കിൽ. പിന്നെ ഈ സൈഡിൽ കാണുന്ന റെഡ് കളറിലുള്ള ആ റിലേ, അതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ റിലേക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞാൽ, കംപ്ലൈൻ്റ് ആയാൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഉണ്ടാക്കേണ്ട വരും. കാരണം ഇത് നിർത്തിപ്പോയി മോഡലാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളവരൊക്കെ ചിലവരൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് വെച്ചേണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്ക് ഇതിൻ്റെ അത്യാവസ്ഥ അറിയില്ല, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ മേക്ക് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ ഇതേ ഹാൻഡിലൊക്കെ ഉണ്ടോ, അതെ ഇവിടെയാണ് ചാവി ഇട്ടിട്ടാണ് ഈ വണ്ടിയെ കൺട്രോൾ ചെയ്യുന്നത്. ഓഫ് മറ്റേ ഇടുത്തൊക്കെ വെച്ച് പോകുമ്പോൾ, അതായത് എവിടെയൊക്കെ വെച്ച് പോകുമ്പോൾ ഇത് ഹാൻഡിലൊക്കെ ഇട്ടിട്ട് പോകും. ഇതാണ് ഈ വണ്ടിയുടെ സിസ്റ്റം. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് ഉപയോഗിച്ചോളൂ, കുറച്ച് കിലോമീറ്റർ ഓടിയുള്ളൂ, ഒരു 10-20 കിലോമീറ്റർ കഷ്ടി ഓടിയുള്ളൂ. എന്നിട്ട് എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കാണ്ട് വെച്ചിരുന്ന വണ്ടിയാണ്. പക്ഷെ നമ്മളൊക്കെ ചോദിച്ചു നോക്കി, എന്നിട്ട് ആൾ തന്നില്ല. അങ്ങനെ ഇത് ആളുടെ അയലക്കത്തുള്ളൊരു ചേട്ടൻ വഴി ആൾക്ക് കൊടുത്തു. അതിനുശേഷം ആൾ ടെസ്റ്റൊക്കെ നടത്തി കുറച്ച് പണികളൊക്കെ പറഞ്ഞത്. അതിനുശേഷം ആളിൽ നിന്ന് നമ്മൾ മോഹ വിലയ്ക്ക്, ആൾ പറഞ്ഞ വിലയ്ക്ക് ഇങ്ങോട്ട് എണ്ണം പറഞ്ഞ് ഞാൻ വാങ്ങിച്ച വണ്ടിയാണ് ഈ സംഭവം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇൻഡിക്കേറ്റർ. ഇത് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമേ നമുക്കിത് ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാറ്ററി കയറി കഴിഞ്ഞാൽ നിന്ന് വർക്ക് ചെയ്തോളൂ. അപ്പം ഞാനിതൊന്ന് സ്റ്റാർട്ടാക്കിയതിന് ശേഷം ഇൻഡിക്കേറ്റർ കത്തിയതിൻ്റെ ഭംഗി ഒന്ന് കാണിച്ചു തരാം. നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങണം, എന്നിട്ട് വേണം ഇത് സ്റ്റാർട്ടാക്കാൻ. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ ഇത് സ്റ്റാർട്ടാക്കാൻ പോകണ്ട, അതായത് ഇൻഡിക്കേറ്റർ ഓൺ ആക്കാൻ പോണേ. ഇതാണ് ഇൻഡിക്കേറ്റർ കേട്ടോ. ഇത് തന്നെയാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. നമ്മൾ ഈ എക്സ്പോർട്ട് ക്വാളിറ്റി ചെതകിനെ കുറിച്ച് ചെറിയ വിവരങ്ങൾ തന്നതാണ്. ഈ വണ്ടി നമ്മൾ അങ്ങനെ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ചെതക്ക് പോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. നമ്മൾ അങ്ങനെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇതിന് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രൂപരേഖ. അപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ നല്ല കിടുക്കാച്ച ഐറ്റംസ് ആയിട്ട് പിന്നാലെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും
ടാറ്റ ബൈ ബൈ.